അജീഷ്, വിവിധ വെബ്സൈറ്റുകളിലൂടെ 4 മണിക്കായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷാഫലം അറിയാൻ സാധിക്കുക. കോട്ടൺ ഹിൽ സ്കൂളിൽ ഏത് തരത്തിലാണ് ഈ പരീക്ഷാഫലം അറിയാനുള്ള സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്? സ്കൂളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ടോ? പ്രവിത, കോട്ടൺ ഹിൽ സ്കൂളിൽ ഇത്തവണ 560 പെൺകുട്ടികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സ്കൂൾ കൂടിയാണ് കോട്ടൺ ഹിൽ. ആദ്യംപട്ടം സെന്റ് മേരീസ് സ്കൂളാണ്. അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. ഇവിടെ പെൺകുട്ടികൾ മാത്രമാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും സ്കൂളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഈ സ്കൂളിൽ നേരിട്ട് എത്തുന്നവർക്ക് തന്നെ അവരുടെ അറിയാനുള്ളൊരു സംവിധാനം സ്കൂൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ എൻട്രി വിഭാഗത്തിന് റിസൾട്ട് അറിയാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 4 മണിക്ക് റിസൾട്ട് വരുള്ളൂ. എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതൊക്കെ? എങ്ങനെ എഴുതിയത് എങ്ങനെയുണ്ട്? ഇപ്പൊ 4 മണിക്ക് ഇപ്പൊ വലിയ പേടിക്കാനൊന്നുമില്ല. കൂളാണ്. കഴിഞ്ഞ അടുത്ത പ്ലാനിങ് +1 +2 എല്ലാ പ്ലാനിങ് എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതാണ്, കുട്ടികളൊക്കെ വലിയ ആകാംക്ഷയിൽ തന്നെ. അവരുടെ ചെറിയ ടെൻഷനുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും. പക്ഷെ ഈ സ്കൂളിനൊരു പാരമ്പര്യമുണ്ട്. കഴിഞ്ഞ തവണ 99.9% വിജയ ശതമാനമുള്ള ആ സ്കൂൾ കൂടിയായിരുന്നു അത്. കഴിഞ്ഞ തവണ 2 കുട്ടികൾക്ക് മാത്രമാണ് +1 പ്രവേശനം കിട്ടാതെ പോയത്. ഇത്തവണയും അത്തരത്തിലുള്ള ഒരു വിജയ ശതമാനം കിട്ടുമെന്നുള്ളത് പ്രതീക്ഷയിൽ തന്നെയാണ് കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും ഉള്ളത്. അധ്യാപകരടക്കമുള്ളവർ ഇവിടെയുണ്ട്. അതിന്റെ റിസൾട്ട് അറിയാൻ 4 മണി ഈ റിസൾട്ട് വെബ്സൈറ്റിൽ വന്നു തുടങ്ങുന്ന നിമിഷം മുതൽ അത് അറിയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളും രക്ഷകർത്താക്കളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവരുടെ ഫലം അറിയാൻ വേണ്ടി. പ്രവിത, ശരി, ആകെ 99.69% വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് അർഹത നേടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ A+കാരുടെ എണ്ണത്തിലും വർധനയുണ്ട്. 71,831 വിദ്യാർത്ഥികൾക്കാണ് A+ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം ഏറ്റവും കൂടുതൽ വിജയശതമാനം കോട്ടയം ജില്ലയിലാണ്. എന്തായാലും 4 മണിയോടെ വിവിധ വെബ്സൈറ്റുകൾ വഴി വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം അറിയാൻ സാധിക്കും. അതിനുള്ള തയ്യാറെടുപ്പിൽ സ്കൂളുകളിൽ തന്നെ നടത്തുന്നുണ്ട്. അതല്ലാത്ത വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് തന്നെ അവരുടെ പരീക്ഷാഫലം എന്താണെന്ന് പരിശോധിക്കാം.